ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലോമലയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാന ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നാണ് പരമ്പരാഗത നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിയിലേക്ക് എനിക്ക് പോകേണ്ടത്. നെയ്ത്തുകാരുടെ ഗ്രാമമായ കുത്താമ്പുള്ളിയിലേക്കുള്ള യാത്രയിലാണ്. നെയ്ത്തുകാരുടെ എണ്ണം പണ്ടത്തേതുപോലെ ഇല്ലെങ്കിലും ഇപ്പോഴും ആ പഴമയുടെ പേര് നിലനിർത്തുന്നു എന്നുള്ളതാണ് കുത്താമ്പുള്ളി എന്ന ഈ ഗ്രാമപ്രദേശത്തിൻ്റെ പ്രത്യേകത. വളരെ വിലക്കുറവിൽ തുണിത്തരങ്ങൾ വാങ്ങാനായി വിദൂര പ്രദേശത്തു നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ എത്താറുണ്ട്. ഉണ്ടായിരുന്നു, ഇപ്പം പിന്നെ ഇറക്കുമതി സാധനമാണ്. നമ്മളെ ഇരുവശത്തും ടെക്സ്റ്റൈൽസുകളുടെ ഒരു പരസ്യ ബോർഡ് നിരയായി ഇരിക്കുകയാണ്. അതായത് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ഈ കിടക്കുന്ന കാറൊക്കെ ഈ തുണിയെടുക്കാൻ വന്ന കാറാണ്. ഇതൊക്കെ നമ്മളെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും തുണിയെടുക്കാൻ വന്ന, അതായത് ഈ സാരിയും അതുപോലുള്ള കസവ് മുണ്ടും അങ്ങനെ സെറ്റുമുണ്ട്, ഇങ്ങനെ വിവിധമായിട്ടുള്ള ഇവ വാങ്ങിക്കാൻ വന്നവരുടെ കാറുകളാണ് നേരെ ഇങ്ങനെ കാണുന്നത്. ഇരുവശവും അതുപോലെ തന്നെ പരസ്യ ബോർഡെന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുത്താമ്പള്ളി റോഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഇദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ? നന്ദകുമാർ. അദ്ദേഹമാണ് എന്നെ കുത്താമ്പള്ളിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചില വിശേഷങ്ങളിൽ അദ്ദേഹം ഒരു സൂചന തന്ന്, അതായത് ഇപ്പോൾ കുത്താമ്പള്ളിയിൽ നെയ്ത്ത് ശാലകളൊക്കെ വളരെ കുറവാണ്, പക്ഷേ ടെക്സ്റ്റൈൽസുകൾ വളരെ കൂടുതലാണ്. ഇത് എവിടെ നിന്നൊക്കെ ആയിരിക്കും ഈ ഇവിടെ ഇപ്പം സാധനം വരുന്നത്? അതായത് തമിഴ്നാട്ടിലെ ഈറോഡ്, തിരുപ്പൂർ തുടങ്ങിയ വ്യവസായ നഗരങ്ങളിലെ വൻ ടെക്സ്റ്റൈൽ വ്യവസായങ്ങളിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങളാണ് ഇന്ന് ഇവിടെ വളരെ വില കുറച്ച് വിറ്റുപോകുന്നത്. അതുപോലെ നിരവധി പരസ്യ ബോർഡുകൾ ഇങ്ങനെ ഓരോ തുണിക്കടയും അവരുടെ പരസ്യം മത്സരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു തുണിക്കടയാണ്. അത് അപ്പുറത്തും അതുപോലെ നമ്മളുടെ ഒരു തുണിക്കട കാണാൻ പറ്റും. ഇങ്ങനെ നിരവധിയായ തുണിക്കടകൾ മത്സരിച്ച് ഇവിടെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ ഉളവാകുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ഇത്രയും തുണിക്കടകൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ പണ്ടൊരു കാലത്ത് നെയ്ത്ത് ഗ്രാമമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ തുണിക്കടകൾ. ഇവിടെ ഈ നെയ്ത്ത് അതായത് പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു നെയ്ത്ത് ഗ്രാമമായിരുന്നു ഈ കുത്താമ്പുള്ളി. മൈസൂരിൽ നിന്ന് വന്നാലാണ് അത് 500-600 വർഷം മൈസൂരിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്. ശരി, അതായത് മൈസൂരിൽ നിന്ന് കുടിയേറിയ ആൾക്കാർ 500 വർഷം, ഏതാണ്ട് 500 വർഷം മുമ്പ്. അതായത് ഇതിൻ്റെ ചരിത്രം നമ്മളുടെ ഇദ്ദേഹത്തിന് നന്നായി അറിയാം. അന്ന് താമസിക്കുന്ന എവിടെയാണ്? ഞാൻ തിരുവല്ലാമല പഞ്ചായത്തിലുള്ള സ്ഥലം. അതന്നെ, ഇത് തിരുവല്ലാമല. അതായത് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് തിരുവല്ലാമല പഞ്ചായത്ത് തന്നെയാണ്. ഇതാണ് കേരളം മുഴുവൻ രാമസ്ഥലം. ഇങ്ങനെ കേരളം മുഴുവനേ ഈ രാമസ്ഥലം.
മറ്റേ ആളിനെ ഒന്ന് വിളിച്ചോട്ടെ. ഓ അല്ല മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞല്ലേ? മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. ഗവൺമെന്റ് പറഞ്ഞാൽ ഞാൻ കേട്ടു. അപ്പോൾ ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇത് ഗ്രാമമാണ് എങ്കിലും കുറച്ചുകൂടി കടകൾ ഞെരുങ്ങിയിരിക്കുന്ന ഒരു പ്രദേശത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. റോഡില്ല, അത് ഭാരതപ്പുഴയാണ്. പോയി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുകൂടി ഇങ്ങനെ അവിടെ സഞ്ചരിച്ച് അദ്ദേഹം ഭാരതപ്പുഴയുടെ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. എന്തായാലും ഇവിടെ ഭാരതപ്പുഴയായിട്ടാണ് തോന്നുന്നു. ഇവിടെ നല്ല ആഴവും വീതിയും നല്ല ഓളപ്പരപ്പുമുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. തൊട്ട് അടുത്ത് നമ്മൾ ഈ കാണുന്നത് ഒരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ അതായത് ഈ പുഴയ്ക്ക് അക്കരെ ഒറ്റപ്പാലം. അതായത് ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇക്കര തൃശ്ശൂരല്ലേ? തൃശ്ശൂർ. അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയെയും പാലക്കാട് ജില്ലയെയും രണ്ടായി വേർതിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഭാരതപ്പുഴ നിതാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അക്കരെ കാണുന്നത് പാലക്കാട് ജില്ല, ഇക്കരെ ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ല. ഇത് ഗ്രാമത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അതെ ഇതാണ് മണ്ഡപേ. അതെ സോമേട്ടന്റെ വീട് ലക്ഷംപൂരാണ്. സോമം വേണമെങ്കിൽ എവിടെയുണ്ട്? മണ്ഡപത്തിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഇപ്പം സെൻറ്റിൻ്റെ വില, ഒരു സെൻറ്റ് ഭൂമി ഇവിടെ വില എങ്ങനെയെന്ന് അങ്ങ് പറഞ്ഞ്. ഇവിടെ എല്ലാം സാമ്പത്തികമായിട്ട് ക്വാളിറ്റിയുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ സ്ഥലങ്ങൾക്ക് അതായത് നമ്മളുടെ ഈ കച്ചവടം എന്ന് പറയുന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ഥലത്തിന് ഭൂമിക്കെല്ലാം നല്ല വിലയാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും കച്ചവടം ഭൂമിക്ക് നടന്നതായിട്ട് അറിയാം? അതെല്ലാം കാശുള്ളവർ അതിനനുസരിച്ച് വാങ്ങും. എന്തായാലും അതായത് എത്ര ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും? സെന്റിനൊക്കെ 10, 30, 40, 50. അതായത് ഇവിടെ ഒരു സെന്റ് ഭൂമിക്ക് 30 ലക്ഷം രൂപയോളം വിലയുണ്ട്. അത് ആവശ്യക്കാർ അതിനനുസരിച്ച് റേറ്റ് കൊടുത്ത് വാങ്ങണം. ശരി. അതിന് മാത്രം ഡെവലപ്പായിക്കൊണ്ടിരിക്കണം. ഈ പാലം കൂടെ ഓപ്പണായി കഴിഞ്ഞാൽ കുത്താമ്പള്ളി നല്ല ഡെവലപ്പാകും. അപ്പോൾ പിന്നെ ഈ 30 ലക്ഷം അല്ല, ഒരുപാട് ഒരു ദിവസം പുറത്തുനിന്ന് വന്നിട്ട് 10,000-20,000 സ്ത്രീകൾക്ക് ജോലിയുണ്ട്. അതന്നെ വലിയ കാര്യമാണ്. ഒരുപാട് പേര് കുടുംബം കഴിയുന്നുണ്ട് തൊഴിലുകൊണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കണ്ട ആ റോഡിൻ്റെ അറ്റത്താണ്. വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഈ സൈഡിലേക്ക് തിരികെയാണ്. ഇവിടെയും ഈ ടെക്സ്റ്റൈൽസുകളുടെ നിരയായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇത്രയും ഈ ടെക്സ്റ്റൈൽസിൽ വെക്കാനുള്ള സാധനം ഇവിടെ നെയ്തെടുക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഞാൻ ഈ ഗ്രാമത്തിലൂടെ അലഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു പക്ഷേ ഇത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വിൽക്കുന്നതാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും ടെക്സ്റ്റൈൽസിൽ വെക്കാനുള്ള സാധനം ഇവിടെ ഇല്ല. കാരണം അത് അത്രയ്ക്ക് നെയ്ത്തുകാർ ഇവിടെ ഇല്ല. എന്നാൽ ഒരു കാലത്ത് ഇവിടെ താമസിച്ചിരുന്നവരുടെ എല്ലാം കുലത്തൊഴിൽ എന്ന് പറയുന്നത് നെയ്ത്ത് തന്നെയായിരുന്നു. ഓരോ വീടുകളിലും ഒന്നിലധികം തറികൾ ഉണ്ടായിരുന്നു.
നമ്മളിപ്പോൾ കാണുന്ന ഈ കിണർ പുതുക്കി പണിതതാണെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ഒരേ സമയം ഒരുപാട് പേർക്ക് വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് മുതൽക്കേ ഇവിടെയുണ്ടായിരുന്നവർ ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്നു എന്ന സന്ദേശമാണ് ഈ കിണർ നൽകുന്നത്. ഇവിടുത്തെ നെയ്ത്തുകാരുടെ ചരിത്രം 500-550 വർഷം പഴക്കമുള്ളതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. പട്ടുവസ്ത്രങ്ങളുടെ നെയ്ത്തിനായി ഒരു നാടുവാഴി മൈസൂരിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തുകാരുടെ പിൻതലമുറക്കാരാണ് ഇവിടുത്തെ നെയ്ത്തുകാരെന്ന് പറയപ്പെടുന്നു. കുത്താമ്പുള്ളിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന നെയ്ത്തും നെയ്ത്തുകാരെക്കുറിച്ചും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാവുന്നതാണ്.